ഹേ ഗൈസ്, ഇന്ന് 1-ാം തീയതിയാണ്. മോറവർ ഇന്ന് മകരവിളക്കുമാണ്, പൊങ്കലുമാണ്. അപ്പോൾ നമ്മുടെ AR ശ്രീലക്ഷ്മി ദേവി 2 ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്ന് പുള്ളിക്കാരി ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പുള്ളിക്കാരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രുതി കേൾക്കാം, അല്ല ചെവി കേൾക്കാം. അപ്പോൾ ആൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി ആളിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. വരും, ഇതാ നോക്കൂ, ആ കട്ടൻ ചായ നോക്കൂ. അപ്പം ഞാനും എൻ്റെ കമ്പാനിയും താനും കോപ്പിയും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്താണ് അവിടെ കിടക്കണം. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ രക്ഷപ്പെട്ടുകൊണ്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്നത് ലിഫ്റ്റിൻ്റെ അടുത്തോട്ടാണ്. അതെനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു പഠിക്കാമെന്ന്. ഇന്ന് ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും എല്ലാ തവണത്തെ പോലെ രാവിലത്തെ സമയങ്ങളിൽ പരീക്ഷ എടുക്കാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കൽപ്പന ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അതിന് അവസാനം എനിക്കത് കിട്ടി. പിന്നെ അതിൻ്റെ നിരക്ക് ഡെഫിനിഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ കുറേ കാലമായി അത് വായിച്ചിട്ട്. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്കത് പുതിയതായിട്ട് കേൾക്കുന്നവരൊക്കെ തോന്നി. പിന്നെ കുറേ നേരം എടുത്തു അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോൾ അതായത് രാവിലെ ഒരു 11 മണിക്കായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ 1-ാം തീയതി പുറത്ത് പോയി ഫുഡ് കഴിക്കാണ്. അതിന് മുമ്പ് ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ബിരിയാണി കഴിക്കണം തോന്നി. അങ്ങനെ ഞാനും പാനും കൂടി അൽത്തന്നൂറിൽ പോയിട്ട് ഒരു 2 ഹാഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഞാൻ കിടന്ന് കുറച്ച് നേരം വീണ്ടും കസേര കിടന്നങ്ങ് ഉറങ്ങി. അത് നല്ലതാണല്ലോ ഇരുന്നുറങ്ങുന്നത്. അതിനുശേഷം പിന്നെ റേഷൻ കടയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ തന്നെ പോയി. സോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.